ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. എൻ്റെ പൊന്നൂസ് റെഡി ആയി നിൽക്കുന്നത് അമ്പലത്തിലോട്ട് പോകാനാണ്. പൊന്നൂസിന്റെ ബർത്ത്ഡേ ആണ് നാളെ. അപ്പൊ അവനെയും കൊണ്ടൊന്ന് അമ്പലത്തിലൊക്കെ പോയി തൊഴുതിട്ട് അവിടെ നിന്ന് ഷോപ്പിങ്ങിന് കൂടെ പോയിട്ട് വീട്ടിലോട്ട് വരാമെന്ന് പറഞ്ഞാണ് ഇപ്പൊ നമ്മൾ പോണത്. അങ്ങനെ നമ്മൾ അമ്പലത്തിലൊക്കെ പോയിട്ട് നേരെ പിന്നെ പോയത് പൊന്നൂസിന്റെ ഡ്രസ്സ് എടുക്കാനാണ്. അപ്പൊ അവിടെ ചെന്നപ്പോ തന്നെ പൂവും ഇതൊക്കെ കണ്ടപ്പോഴത്തേക്ക് അവനത് പിച്ചണമെന്നൊക്കെ ഉണ്ട്. എന്നാല് മാമച്ചിന്റെ കൈ പിടിച്ചിരിക്കുന്നതുകൊണ്ട് അങ്ങോട്ട് പോണില്ല. ഒത്തിരി നല്ല ഡ്രസ്സുകൾ എടുത്തിടുന്നുണ്ടായിരുന്നു. എനിക്ക് എല്ലാം ഇഷ്ടപ്പെട്ടു. പക്ഷെ ഞാൻ നോക്കിപ്പോയത് ഒരു ഡാർക്ക് ബ്ലൂ അല്ലെങ്കിൽ ഒരു പിങ്ക് കളറാണ് ഞാൻ നോക്കിപ്പോയത്. അപ്പൊ എനിക്ക് ഒരു ഡാർക്ക് ബ്ലൂവിലൊരു ഡ്രസ്സ് കിട്ടി. അപ്പൊ ഞാൻ അത് അവന് ഇട്ട് നോക്കുന്നുണ്ട്. പക്ഷെ അത് ഇട്ടിട്ട് ലാസ്റ്റ് എത്തിയപ്പോഴത്തേക്ക് വയറിന്റെ അവിടുത്തെ ബട്ടൺ കയറുന്നില്ല. വയർ ഇങ്ങനെ പെരുവിയിരിക്കുന്നു. അപ്പൊ ഞാൻ ഇതെന്ത് വയറിങ്ങനെ പെരുവിയിരിക്കുന്നത്, ഞാൻ താത്തൊക്കെ നോക്കുന്നുണ്ട്. അപ്പൊ ആ ഉടുപ്പ് കണക്കാവാത്തോണ്ട് തന്നെ എനിക്ക് വേറൊരു പച്ച ഉടുപ്പും കൂടെ ഇട്ട് നോക്കിയിട്ടുണ്ടായിരുന്നു. പക്ഷെ അത് എനിക്ക് ഒട്ടും ഇഷ്ടപ്പെട്ടില്ല. അവന് ചേരാത്ത പോലെ തോന്നി. പിന്നെ ഇപ്പൊ മാമച്ചി ഒരു ഉടുപ്പ് ഇട്ട് കൊടുക്കുന്നില്ലേ, ഇതൊരു പർപ്പിൾ കളർ ഉടുപ്പ്. അതാണ് പിന്നെ ലാസ്റ്റ് എടുത്തത്. അതെനിക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ടു. അവന് ചേരുന്ന പോലെ തോന്നി. അതിന്റെ ഇടയിൽ കൂടെ അമ്മ എനിക്ക് ഓരോ ടോപ്പുകൾ എടുത്ത് കാണിച്ചിരുന്നിട്ട് ഇത് കൊള്ളാടി ഇത് കൊള്ളാടി എന്ന് ഓരോന്നും പറയുന്നുണ്ടായിരുന്നു. അപ്പൊ ഞാൻ നോക്കിയപ്പോ പൊന്നൂന്റെ ഒരു സൗണ്ട്. അവനാണെങ്കിൽ ആ ഷോപ്പ് മൊത്തം കിടന്ന് ഓടുമായിരുന്നു. പിന്നെ വീട്ടിലൊക്കെ വന്നതിന് ശേഷം മാമച്ചി പൊന്നു എല്ലാരും കൂടെ ഇവിടെ ബലൂൺ പെരുക്കക്കും പാട്ടും ബഹളവും ഒരു നല്ല രസം ഉണ്ടായിരുന്നു എല്ലാരും കൂടി. മാമച്ചി ബലൂൺ പെരുപ്പിക്കുന്ന കണ്ടിട്ട് പൊന്നൂസ് ദാ വാ വെച്ച് ഇവിടെ ബലൂൺ വീർപ്പിക്കാൻ നോക്കുകയാണ്. ഒന്നും നടക്കൂല. പിന്നെ നമ്മളെ രാത്രിയിലത്തെ ഇത്രയും കഷ്ടപ്പാടാണ് രാവിലെ ഈ കാണുന്നത്. ഇങ്ങനെ റാ പോലെ ആക്കി എടുത്തിട്ടുണ്ട്, കെട്ടി എല്ലാം റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഒത്തിരി കഷ്ടപ്പെട്ട് ഇങ്ങനെ ആക്കി എടുക്കാൻ. ബർത്ത്ഡേ ബോയ് രാവിലെ കരഞ്ഞു വിളിച്ചാണ് എണീറ്റത്. പിന്നെ ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നു. ഇന്ന് മുട്ടദോശയാണ് പൊന്നൂസിന് കൊടുത്ത ബ്രേക്ക്ഫാസ്റ്റ്. പൊന്നൂസിന് ഫുഡൊക്കെ കൊടുത്തതിന് ശേഷം ഞാൻ പാർട്ടിക്ക് കുറച്ച് പേരെ വിളിച്ചിട്ടുള്ളൂ. എന്റെ ഫ്രണ്ട്സിനെ മാത്രമേ വിളിച്ചിട്ടുള്ളൂ. അപ്പൊ കുറച്ച് ഫുഡൊക്കെ ഉണ്ടാക്കാനായിട്ട് ഞാൻ പിന്നെ അടുക്കള കയറി. ഇത് വെജിറ്റബിൾ ഒരു കറിയാണ്. കോളിഫ്ലവർ കറി വെച്ചതിന് ശേഷം ഞാൻ പിന്നെ ചിക്കൻ കറി വെക്കാൻ പോയിട്ടുണ്ട്. ഉള്ളിയൊക്കെ അരിഞ്ഞ് അത് ഞാൻ അടുപ്പിൽ കയറ്റിയിട്ടുണ്ട്. നന്നായിട്ട് വഴറ്റി എടുക്കണം. വഴറ്റി എടുത്തിട്ടുണ്ട് നമുക്കിനി ചിക്കൻ കറി വെക്കാൻ. അമ്മയാണെങ്കിൽ റൈസ് വെക്കാന്ന് പറഞ്ഞ്. അപ്പൊ അമ്മ ആ ഡ്യൂട്ടിയിലാണ്. ചോറ് വെക്കാന്ന് പറഞ്ഞ ആളെ കാണാനില്ലാത്തോണ്ട് ഞാൻ വെളിയിൽ ഇറങ്ങി നോക്കിയപ്പോ അമ്മ ദാ വെളിയിൽ അടുപ്പൊക്കെ കൂട്ടി റൈസ് ഒക്കെ ഇട്ടിട്ടുണ്ട്. അപ്പൊ നന്നായിട്ട് തിളച്ചു വരുന്നുണ്ട്. അമ്മ ഇളക്കി എന്നെ കോരി കാണിക്കുന്നുണ്ട്, വെന്തിട്ടില്ല, കുറച്ചുകൂടെ വേവാണ്ടെന്ന്. ഞാൻ പറഞ്ഞു ഓക്കെ നടക്കട്ടെന്ന് പറഞ്ഞു. അത് കഴിഞ്ഞ് ഞാൻ ഹാളിലോട്ട് വന്നപ്പോ എല്ലാരും കൂടെ ചേർന്ന് ആ പൊന്നൂസിന്റെ ഫോട്ടോഷൂട്ട് നടത്തുന്നു. എല്ലാരും കൂടെ ആ ഫോണില് മത്സരിച്ച് അവനെ അങ്ങനെ നിർത്തിയെടുക്കുന്നു, ഇങ്ങനെ നിർത്തിയെടുക്കുന്നു, എല്ലാ പോസും നിന്ന് കൊടുക്കുന്നുണ്ട്. അവര് പറയുന്ന കണക്ക് നിന്നെടുത്ത് എടുക്കുന്നു. ഇവിടെ ഒരാൾ കിടന്ന് ഉറങ്ങുന്നുണ്ട്. ഇതാണ് നമ്മുടെ ബർത്ത്ഡേ പാർട്ടിയുടെ സ്പെഷ്യൽ ഗസ്റ്റ്. പക്ഷെ ആൾ ഉറങ്ങിപ്പോയി. അപ്പൊ ആ നേരം കൊണ്ട് നമ്മളിവിടെ കേക്ക് കട്ട് ചെയ്യാൻ പോവുകയാണ്. പൊന്നു നല്ല അക്ഷമനായി കാത്തിരിക്കുകയാണ് നമ്മൾ ഈ കേക്ക് ഓപ്പൺ ചെയ്യുന്നത് കാണാനായിട്ട്. ഇത് വല്ലതും നടക്കും. ഇന്നെങ്ങാണ് എനിക്കിത് തുറന്ന് തരുമോ, മുറിക്കാൻ പറ്റുമോ എനിക്ക് കേക്ക്, ഇതെല്ലാം ആലോചിച്ചുകൊണ്ട് നിൽക്കണം എന്റെ പൊന്നു. ലാസ്റ്റ് ഇതേ കേക്ക് തുറക്കുന്നുണ്ട്. പൊന്നു നന്നായിട്ട് നോക്കി നിൽക്കണം. പൊന്നൂസിന് കാണാൻ പറ്റുന്നില്ല, ഞാൻ വീഡിയോ എടുക്കുന്നുണ്ട്. അപ്പൊ ഇതാണ് നമ്മളെ കേക്ക്. ആനക്കുട്ടനുണ്ട്. റെയിൻബോ തീമിൽ വരുന്ന ഒരു വാൻജോ കേക്ക്. അത് കഴിഞ്ഞ് എല്ലാരും കേക്കിന്റെയും പൊന്നൂസിന്റെയും ഫോട്ടോസ് ഒക്കെ മാറി എടുക്കുകയാണ്, വീഡിയോസ് ഒക്കെ എടുത്തോണ്ടിരുന്നത്. അപ്പൊ പൊന്നു ഇങ്ങനെ ആലോചിക്കുകയാണ് മനസ്സിൽ, ദൈവമേ ഇത് മുറിക്കണ്ടേ, ഓപ്പൺ ആക്കി വെക്കുകയും ചെയ്ത് എനിക്കിനി കഴിക്കാനും പറ്റൂലേ. എല്ലാരെയും മാറി തിരിഞ്ഞ് നോക്കുകയാണ്, ഊട്ട കണ്ടിട്ട് നോക്കുകയാണ്. കേക്ക് കട്ട് ചെയ്ത സമയമായപ്പോഴത്തേക്ക് ചേട്ടായി വിളിച്ചിട്ടുണ്ടായിരുന്നു. 2 ബർത്ത്ഡേക്കും ചേട്ടായി ഇവിടെ ഉണ്ടായിരുന്നു. അപ്പൊ ഈ ബർത്ത്ഡേക്കാണ് ഇല്ലാത്തത്. അപ്പൊ വീഡിയോ കോൾ വിളിച്ച് കാണിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പൊ പൊന്നൂസ് ആ കേക്ക് കട്ട് ചെയ്യാൻ റെഡിയായി നിപ്പുണ്ട്. അങ്ങനെ നമ്മൾ അവിടെ മെഴുകുതിരിയൊക്കെ കത്തിച്ച് മനസ്സിൽ ഒരു വിഷൊക്കെ ചെയ്തതിനു ശേഷം മെഴുകുതിരിയൊക്കെ ഊതി അണച്ചിട്ട് നമ്മളിവിടെ കേക്ക് കട്ട് ചെയ്യാണ്. പൊന്നൂസിന്റെ ഒരുപാട് നേരത്തെ കാത്തിരിപ്പായിരുന്നു കേക്ക് കട്ട് ചെയ്യുന്നത്. അങ്ങനെ കട്ട് ചെയ്ത് പൊന്നൂസിന് തന്നെ ആദ്യം കൊടുത്ത്, അവനല്ലേ ബർത്ത്ഡേ പോയി. പിന്നെ അവൻ എനിക്ക് കുറച്ച് തന്ന് അതൊക്കെ കഴിച്ചിട്ട് പിന്നെ ഞാൻ പറഞ്ഞു ബാക്കി എല്ലാവർക്കും കേക്ക് കൊണ്ട് കൊടുക്കാൻ പറഞ്ഞു. അപ്പൊ എല്ലാരും ഇങ്ങോട്ട് വിളിച്ച് വീഡിയോ എടുക്കുന്നുണ്ട്. എല്ലാരും ഇങ്ങോട്ട് വിളിച്ച് കേക്ക് കൊടുത്ത്. അമ്മയ്ക്ക് ആദ്യം കൊടുക്കുന്നുണ്ട്. പിന്നീട് മാമച്ചി വന്നിട്ടുണ്ടായിരുന്നു. മാമച്ചിക്ക് വായിൽ വെച്ചു കൊടുത്ത് കേക്ക്. അത് കഴിഞ്ഞ് നമ്മളെ മൂത്തേമ്മ വന്നിട്ടുണ്ടായിരുന്നു. മൂത്തേമ്മയ്ക്ക് വായിൽ വെച്ചു കൊടുത്ത്. ആ പൊന്നൂസിന് വായിൽ വെച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു. ഇനി എന്റെ ഫ്രണ്ട് വന്ന് അവളാണെങ്കിൽ അവന്റെ വായിൽ വെച്ച് കൊടുത്തിട്ട് തിരിച്ച് എനിക്ക് വെച്ചരുമോന്ന് ചോദിച്ചപ്പോ അവ മിണ്ടാതെ നിൽക്കുന്നു. ഞാനാണ് കൈ പിടിച്ച് വെച്ചു കൊടുത്തത്. അപ്പൊ ഞാൻ പറഞ്ഞ അമ്മയുടെ കൂട്ടുകാരിയാണ്, ഏഞ്ചൽ ആന്റി ആണെന്ന് പറഞ്ഞു. ബർത്ത്ഡേ ബോയ്ക്ക് ഗിഫ്റ്റ് കൊടുക്കുന്ന പരിപാടിയായിരുന്നു അടുത്തത്. ആദ്യം കൊണ്ടുവന്ന് കൊടുത്തത് മൂത്തേമ്മയാണ്. മൂത്തേമ്മ കൊണ്ടുവന്ന് കൊടുത്തത് ഒരു ഡ്രസ്സാണ്. അതൊക്കെ വാങ്ങി അവിടെ വെക്കുന്നുണ്ടായിരുന്നു. അത് കഴിഞ്ഞ് എന്റെ കൂട്ടുകാരി കൊണ്ടുവന്ന് കൊടുക്കുന്നുണ്ടായിരുന്ന ഡ്രസ്സ് അവള് കൊണ്ടുവന്ന് കൊടുത്തപ്പോ ഞാൻ പറഞ്ഞു താങ്ക് യു എന്ന് പറയാൻ പൊന്നു എന്ന് പറഞ്ഞു. അപ്പൊ താങ്ക് യു എന്നൊക്കെ പറഞ്ഞിട്ടാണ് ഷേക്കറ്റൊക്കെ കൊടുത്തിട്ടാണ് വാങ്ങിച്ചത്. അങ്ങനെ എല്ലാരും കൊണ്ടുവന്ന് കൊടുത്ത ഡ്രസ്സൊക്കെ ഞാൻ പൊട്ടിച്ച് നോക്കിയിട്ട് വെച്ചൊക്കെ നോക്കുന്നുണ്ടായിരുന്നു, പൊന്നൂസിന് കണക്ക് തന്നെ എന്നൊക്കെ. അങ്ങനെ വെച്ചൊക്കെ നോക്കി പൊന്നൂസിന്റെ അടുത്ത് ഇഷ്ടപ്പെട്ടാന്നൊക്കെ ചോദിച്ചപ്പോ എല്ലാത്തിനും മൂളുന്നുണ്ടായിരുന്നു. ആ കൊള്ളാ സൂപ്പർ എന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു. ഞാൻ ഈ ഡ്രസ്സൊക്കെ വെച്ച് നോക്കുന്ന സമയത്ത് അവന്റെ ശ്രദ്ധ ഡ്രസ്സിലൊന്നും അല്ല, അവന്റെ കണ്ണ് മൊത്തം ആ കേക്കിലായിരുന്നു. ആ കേക്ക് എങ്ങനെ തിന്നാം, ആരും കാണാതെ എങ്ങനെ അതൊന്ന് പിച്ചി എടുക്കാം എന്നാണ് അവൻ നോക്കിക്കൊണ്ടിരുന്നത്. അത് കഴിഞ്ഞ് കുറച്ച് വീഡിയോസും ഫോട്ടോസും ഒക്കെ എടുത്ത് പട്ടിഷും ഒക്കെ കാണിക്കുന്നുണ്ടായിരുന്നു. എന്നിട്ട് പിന്നെ എല്ലാരെയും ഫുഡ് കഴിക്കാൻ വിളിച്ചോണ്ട് പോയി.
എന്റെ കുഞ്ഞാറ്റ അപ്പോഴും ഉറക്കമായിരുന്നു. ഞാൻ കാലിലൊക്കെ പിന്നെ കുറച്ച് തോണ്ടിയൊക്കെ ചെയ്തപ്പോഴത്തേക്ക് ഉറക്കം എണീറ്റ് കണ്ണും തുറന്ന് വന്നതിന് ഞാൻ അവളെ എടുത്ത് കുറച്ച് വീഡിയോ ഫോട്ടോസ് ഒക്കെ എടുക്കാന്ന് പറഞ്ഞപ്പോ ബലൂണൊക്കെ കണ്ട് അന്തം വിട്ട് നോക്കി നിൽക്കുകയായിരുന്നു. ഒരു വിധത്തിൽ ക്യാമറയിൽ നോക്കൂല. പിന്നെ ക്യാമറയിലൊക്കെ നോക്കി ചിരിക്കടാന്ന് പറഞ്ഞപ്പോ ചിരിക്കുന്നില്ല. ഉറക്കത്തിന് എണീറ്റ് വന്നതിന്റെ ആ ഒരു ഇതാണ്, ചിരിയൊന്നും മുഖത്ത് വരുന്നില്ല. അതിന്റെ ഇടയ്ക്കാണ് പൊന്നൂസ് ഇവിടെ ഐസ്ക്രീം കട്ട് തിന്നുന്നത് ഞാൻ കണ്ടത്. പിന്നെ ഞാൻ കുഞ്ഞാറ്റയെ പൊക്കി എടുത്തിട്ട് ഒന്ന് ക്യാമറയിൽ ഫോട്ടോ എടുക്കാന്ന് പറഞ്ഞ് ഉയർത്തി പിടിച്ചപ്പോഴത്തേക്ക് എന്റെ കണ്ണ് കുഞ്ഞാറ്റയുടെ കണ്ണ് ഉണ്ടക്കണ്ണായി മാറി. കുഞ്ഞാറ്റ ചിരിക്കാത്തോണ്ട് ഞാൻ അവനെ കുലുക്കി കുലുക്കി നോക്കുന്നുണ്ട് ചിരിപ്പിക്കാനായിട്ട്. അവസാനം ഞാൻ കുലുക്കി കുലുക്കി എങ്ങനെയെങ്കിലും അവളെ ചിരിച്ചു. ഞാൻ എന്തൊക്കെയാ ഇതിന്റെ ഇടയിൽ പറയുന്നുണ്ട്, അതൊക്കെ കേട്ടിട്ടാണോ കുലുക്കിയിട്ടാണോ എന്തോ അവള് ചിരിച്ച അവസാനം. ഇവിടെ എന്റെ പൊന്നൂസ് ആറ്റിറ്റ്യൂഡ് ഇട്ട് നിൽക്കുകയാണ്. എന്റെ കൂട്ടുകാരിയാണ്, ഒരു ടാറ്റയും ബൈ ബൈ ഒരു ഉമ്മയൊക്കെ കൊടുക്കാൻ പറഞ്ഞപ്പോ ജാട. പിന്നെ കൊടുത്ത് ഞാൻ പറഞ്ഞ ഉമ്മ വീഡിയോ എടുക്കട്ടെ പറഞ്ഞപ്പോഴത്തേക്ക് ഉമ്മയും ടാറ്റയൊക്കെ കൊടുത്ത്. പൊന്നൂസ് കുഞ്ഞാറ്റയ്ക്കും ടാറ്റയൊക്കെ കൊടുത്ത് ഉമ്മയൊക്കെ കൊടുത്താണ് കാറിൽ കയറ്റി പറഞ്ഞു വിട്ടത്. ഭയങ്കര സങ്കടമായിരുന്നു അവര് പോയപ്പോഴത്തേക്ക്. പോയതിനു ശേഷം നല്ല സങ്കടമായിരുന്നു. എന്നാലും കുഴപ്പമില്ല, ആസ്വദിച്ച്. കാരണം കേക്കൊക്കെ വീട്ടിലിരിക്കുകയല്ലേ, അത് കഴിക്കാലോ, അങ്ങനെ അതും ആലോചിച്ചോണ്ടിരിക്കുകയാണ്. അതൊക്കെ കഴിഞ്ഞിട്ട് ഞങ്ങള് പിന്നെ ഫുഡ് കഴിക്കാൻ പോയി. പൊന്നൂസിന് നേരത്തെ കൊടുത്തായിരുന്നു. എന്നാലും ഞാൻ കഴിക്കുന്നതിന്റെ കൂട്ടത്തിൽ അവനും കൂടെ കൊടുക്കാന്ന് വിചാരിച്ചു. കഴിക്കാൻ വരുമോ എന്ന് ഞാൻ വിചാരിച്ചില്ല. പക്ഷെ നമ്മൾ കഴിച്ച കൂട്ടത്തിൽ അവൻ എന്റെ അടുത്ത് വന്ന് ഇരിപ്പുണ്ടായിരുന്നു. അങ്ങനെ ഞാൻ അവനും വായിൽ വെച്ച് കൊടുത്തപ്പോ അവനും കഴിച്ച്. എന്റെ പൊന്നൂസിന്റെ കുഞ്ഞ് ബർത്ത്ഡേ പാർട്ടി അങ്ങനെ ഇവിടെ തീർന്ന് അങ്ങനെ ഞാൻ ഫുഡൊക്കെ കഴിച്ച് ഞാനും അമ്മയും ചേട്ടനും ഒക്കെ ഫുഡൊക്കെ കഴിച്ചോണ്ടിരിക്കുകയാണ്. എന്നിട്ട് നമ്മൾ ടാറ്റയൊക്കെ പറഞ്ഞ് വീഡിയോ വൈൻഡപ്പ് ചെയ്യാന്ന് വിചാരിച്ചിരുന്നപ്പോഴാണ് എനിക്കൊരു വലിയ സർപ്രൈസ് വന്നത്. ഞാൻ ഒട്ടും പ്രതീക്ഷിക്കാതെയാണ് എനിക്ക് ആ സർപ്രൈസ് കിട്ടിയത്. അപ്പൊ അതെന്താണെന്ന് ഞാൻ കാണിക്കാം. ഇതാണ് സർപ്രൈസ്. എന്റെ കൂട്ടുകാരിയാണ് സഫ്ന. അവള് വരില്ല എന്നൊക്കെ പറഞ്ഞ് എനിക്ക് സങ്കടമൊക്കെ ആയിട്ട് ലാസ്റ്റ് രാത്രി 9 മണിയായി. 9 മണിയെന്ന് വെച്ചാൽ 9 മണി കഴിഞ്ഞ്. അപ്പൊ അവള് ഫാമിലി ആയിട്ട് വന്ന്. അവളെ ഉമ്മ ഉണ്ടായിരുന്നു, താത്താമാരുണ്ടായിരുന്നു, അവരുടെ മക്കളുണ്ടായിരുന്നു. അതൊരു കേക്കും കൊണ്ടാണ് വന്നത്. ഹാപ്പി ബർത്ത്ഡേ നിച്ചു എന്നൊക്കെ എഴുതിയിട്ട്. അങ്ങനെ നമ്മളെല്ലാ കുട്ടിമണികളെയും കൂടെ പിടിച്ചു നിർത്തിയിട്ട് എല്ലാരെയും കൊണ്ട് ഒരുമിച്ചാണ് കേക്ക് മുറിപ്പിച്ചത്. എനിക്ക് ഭയങ്കര സന്തോഷമായിരുന്നു അവരെ എല്ലാരെയും കൂടെ കണ്ടപ്പോ. എല്ലാ കുട്ടിമണികളും കൂടെ കണ്ടപ്പോ, കേക്ക് മുറിക്കുന്ന സമയത്ത് ഇവരെല്ലാം ഉണ്ടായിരുന്നെങ്കിൽ ഭയങ്കര രസമായേനെന്ന് തോന്നി. അപ്പൊ പിന്നെ അവർക്ക് ഞാൻ ഫുഡൊക്കെ കൊടുത്ത് കഴിക്കാനൊക്കെ കൊടുത്തിട്ട് അവരിവിടെ നിന്ന് പോയപ്പോ തന്നെ ലേറ്റ് ആയി. 10-11 മണിയായി ഇവിടെ നിന്ന് തിരിച്ചു പോയപ്പോ. ഒത്തിരി ദൂരമുണ്ട് വീട്ടിലോട്ട്. പിന്നെ അവർ ഓട്ടോയിലാണ് വന്നത്. അപ്പൊ എല്ലാരെയും സേഫ് ആക്കി കുട്ടിമണികൾക്ക് ഓരോ ബലൂണൊക്കെ എടുത്ത് കൊടുത്താണ് പറഞ്ഞു വിട്ടത്. അവരെല്ലാം പോയപ്പോഴത്തേക്ക് തന്നെ എന്റെ പൊന്നു ഉറങ്ങിപ്പോയായിരുന്നു. ഇത് കാണുന്നത് പിറ്റേ ദിവസമാണ്. പിറ്റേ ദിവസം രാവിലെ എണീറ്റ് ബലൂൺ പൊട്ടിക്കുന്നത്. അന്ന് ബലൂൺ പൊട്ടിക്കാൻ പറ്റിയില്ലല്ലോ. ആ സങ്കടത്തില് പിറ്റേ ദിവസം എണീറ്റ് ഓരോ ബലൂണായിട്ട് പൊട്ടിച്ചോണ്ടിരിക്കുകയാണ് ഇവിടെ. കയ്യിൽ എന്തോ ഒരു കമ്പോ മറ്റേ ചന്ദനത്തിരിയുടെ കമ്പുണ്ടല്ലോ, അത് വെച്ച് കുത്തി ഓരോന്നും പൊട്ടിച്ചോണ്ടിരിക്കുകയാണ് ഇവിടെ. ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. എന്റെ വീഡിയോ ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ എല്ലാവർക്കും ബായ്.